ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി 1.5 മാസം നീണ്ടുനിന്ന പ്രചാരണ ആവേശച്ചൂടിന് പരിസമാപ്തി. ബുധനാഴ്ച വൈകിട്ട് 6 മണിയോടെ പരസ്യപ്രചാരണത്തിന് കലാശക്കൊട്ടായി. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലും ആവേശം അലതല്ലിയ കലാശക്കൊട്ട് അരങ്ങേറി. വ്യാഴാഴ്ച നിശബ്ദ പ്രചാരണമാണ്. വെള്ളിയാഴ്ച കേരളം പോളിംഗ് ബൂത്തിലെത്തും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് നടന്ന കുട്ടിക്കലാശം മുന്നണികളിലും നേതാക്കളിലും അണികളിലും ആവേശം നിറച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ കലാശക്കൊട്ട് അരങ്ങേറി. കൊട്ടിക്കലാശം കാണാനായി നഗരങ്ങളിലെ റോഡുകൾക്ക് ഇരുവശവും നിരവധി ആളുകൾ തടിച്ചുകൂടിയിരുന്നു. കൊട്ടിക്കലാശത്തിന് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം വിളിച്ചു ചേർത്ത് നേരത്തെ തന്നെ പോലീസ് മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഈ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടാണ് 3 മുന്നണികളും റോഡ് ഷോയോടുകൂടി പ്രചരണത്തിന്റെ കൊട്ടിക്കലാശം നടത്തിയത്. കണ്ണൂർ നഗരത്തിൽ UDF ജാഥ കണ്ണൂർ സിറ്റി ഭാഗത്തു നിന്നും ആരംഭിച്ച് SBI ജംഗ്ഷനിൽ അവസാനിച്ചു. LDF ജാഥ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച് കാൽടെക്സ് KSRTC പരിസരത്ത് സമാപിച്ചു. NDA ജാഥ പ്രഭാത് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് പഴയ ബസ് സ്റ്റാൻഡിൽ അവസാനിച്ചു. ഐക്യത്തിനായി കൈയടയാളത്തിൽ തന്നെ അടയാളപ്പെടുത്തണമേ എന്ന വിഷയമായി കേന്ദ്രസേന ഉൾപ്പെടെ കനത്ത പോലീസ് സുരക്ഷാ സന്നാഹമാണ് നഗരത്തിൽ ഏർപ്പെടുത്തിയിരുന്നത്. ജാഥ കടന്നുപോകുന്ന വഴിയിൽ ഗതാഗതവും കർശനമായി നിയന്ത്രിച്ചിരുന്നു. മട്ടന്നൂരിലും കൊട്ടിക്കലാശം സമാധാനപൂർവ്വം പൂർത്തിയായി. മുന്നണികൾ അവർക്ക് അനുവദിച്ച ഇടങ്ങളിൽ കേന്ദ്രീകരിച്ചായിരുന്നു പ്രകടനം. മട്ടന്നൂരിൽ LDFന് ബസ് സ്റ്റാൻഡും UDFന് പ്രകാശ് ജംഗ്ഷനും BJPക്ക് തലശ്ശേരി റോഡിൽ ലിങ്ക്സ് മാൾ പരിസരമാണ് തീരുമാനിച്ചത്. കൃത്യം 6 മണിക്ക് തന്നെ ശബ്ദപ്രചരണം അവസാനിപ്പിച്ചു. കൂത്തുപറമ്പ് ACP KV വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ പോലീസും കേന്ദ്രസേനയും ശക്തമായ സുരക്ഷയാണ് ഒരുക്കിയത്. വടകര ലോക്സഭാ മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ കൊട്ടിക്കലാശം തലശ്ശേരിയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്നു. പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന LDF കലാശക്കൊട്ടിൽ സ്ഥാനാർത്ഥി KK ശൈലജ ഉൾപ്പെടെ നേതാക്കൾ അണിനിരന്നു. ഇന്ത്യയുടെ മതേതരത്വം സംരക്ഷിക്കാൻ, ഈ രാജ്യത്തിന്റെ ജനാധിപത്യം സംരക്ഷിക്കാൻ ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷത്തിന്റെ ശബ്ദം മുഴങ്ങണമെന്ന് ഈ നാട്ടിലെ ജനവാലി ഒന്നടങ്കം ആഗ്രഹിക്കുന്നുണ്ട്. മണ്ഡലത്തിൻ സാരഥി പുതിയ
പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന UDFന്റെ കൊട്ടിക്കലാശത്തിൽ സ്ഥാനാർത്ഥി ഷാഫി പറമ്പലും നേതാക്കളും അണിചേർന്നു. പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം നടന്ന NDA കലാശക്കൊട്ടിൽ സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണ നേതാക്കളോടൊപ്പം അണിചേർന്നു. പ്രവർത്തകരും അണിചേർന്നു. കൂത്തുപറമ്പ് മേഖലയിലും ആവേശകരമായ കൊട്ടിക്കലാശം നടന്നു. കൂത്തുപറമ്പ് ടൗൺ കേന്ദ്രീകരിച്ച് കൊട്ടിക്കലാശമുണ്ടായിരുന്നില്ല. വടകര ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി KK ശൈലജയുടെ പ്രചാരണ കൊട്ടിക്കലാശ പ്രകടനം ടൗണിലൂടെ കടന്നുപോയി. കിണവക്കൽ ടൗണിൽ LDFും UDFും കൊട്ടിക്കലാശം നടത്തി. മറ്റു ചില പ്രാദേശിക കേന്ദ്രങ്ങളിലും കൊട്ടിക്കലാശം നടന്നു. NDA പ്രചാരണ വാഹനവും കൊട്ടിക്കലാശത്തിൽ നഗരത്തിലൂടെ കടന്നുപോയി. കനത്ത സുരക്ഷയിലായിരുന്നു കൊട്ടിക്കലാശം. കേരള പോലീസിന് പുറമെ കേന്ദ്രസേനയും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ പോലീസുമാണ് സുരക്ഷയൊരുക്കിയത്. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ, തലശ്ശേരി, കൂത്തുപറമ്പ്, മട്ടന്നൂർ.